നമസ്കാരം. സ്വർണം എന്നത് ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ്. ആഭരണങ്ങളായി പ്ലാറ്റിനവും ഡയമണ്ടും ഒക്കെ വന്നാലും സ്വർണത്തെ ഭാരതീയർ ഒരു കാലത്തും കൈവിടില്ല എന്നത് തീർച്ചയായ കാര്യമാണ്. എന്നാൽ ഈ സ്വർണഭ്രമവും ആഗോള സാഹചര്യങ്ങളും ഒക്കെ കാരണം മഞ്ഞലോഹത്തിന്റെ വില കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ അഭൂതപൂർവമായ മാറ്റത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ചില്ലറ വർധനവൊന്നുമല്ല സ്വർണ്ണവിലയിൽ ഉണ്ടായതെന്ന് സാരം. കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ ഉണ്ടായ സ്വർണ്ണവില വർധനവ് വളരെ അധികമാണെന്ന് നമുക്ക് കണക്കുകൾ മനസ്സിലാക്കി തരും. 24 കാരറ്റ് സ്വർണത്തിന് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ 80,000 രൂപയിലധികമാണ് വില വരുന്നത്. 999 ഗോൾഡ് എന്ന് വിളിക്കുന്ന ഈ സ്വർണത്തിന് കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനിടയിൽ കാര്യമായ വില വർധനവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2000-ൽ ഈ സ്വർണത്തിന് വില 4,400 രൂപ മാത്രമായിരുന്നു. ഇത് 10 ഗ്രാമിനാണെന്ന് ഓർക്കണം. പവൻ വില കണക്കാക്കുമ്പോൾ ഏകദേശം 3,560 രൂപയോളം മാത്രമാണ് ഇതിന് വരിക. എന്നാൽ അവിടെ നിന്ന് ഇപ്പോഴത്തെ നിലയിൽ നോക്കിയാൽ ഏകദേശം 1 പവൻ 24 കാരറ്റ് സ്വർണത്തിന് നാം കൊടുക്കേണ്ടത് 64,000 രൂപയോളമാണ്. ലോകത്തിലെ മൊത്തം കണക്കെടുത്താലും സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇവിടെ സ്വർണത്തെ സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കൂടി കണ്ടുകൊണ്ടാണ് ആളുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നത്. ലോകത്തിലെ സ്വർണ്ണ ഇറക്കുമതിയിൽ 2ാം സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇത്രയധികം വില ഉയർന്നിട്ടും അതിന്റെ സ്വീകാര്യതയിൽ തെല്ലൊരിടിവ് പോലും നേരിടാത്തത്. കോവിഡ്, നോട്ട് നിരോധനം എന്നിവയ്ക്ക് ശേഷം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പോലും വലിയ ക്ഷീണം നേരിട്ടെങ്കിലും സ്വർണ്ണ വിപണി അനുദിനം കുതിപ്പിന്റെ പാതയിലാണ്. ഇടയ്ക്ക് വരുന്ന ചെറിയ ഇടിവുകൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ സ്വർണ്ണവില സ്ഥിരതയോടെ തന്നെ തുടരുന്നുണ്ട്. നിലവിലെ കുതിപ്പ് തുടരുകയാണെങ്കിൽ 1 ലക്ഷം എന്ന വില നിലവാരം സ്വർണത്തിന് അധികം അകലെയല്ല എന്നാണ് വിലയിരുത്തുന്നത്. 1 2 ഇരട്ടിയുടെ വില വർധനവല്ല ഇതെന്ന് ഓർക്കണം. ഇത്തരം വില വർധനകൾ കാലത്തിനനുസൃതമായി ഉണ്ടാകുന്നതാണെന്ന് നാം പറയുമ്പോൾ തന്നെയും അതിന്റെ തോതിലും വളരെ അധികമാണ് ഇപ്പോഴത്തെ കുതിപ്പെന്ന് പറയാതെ വയ്യ. ആദ്യമായി സ്വർണ്ണവില 10 ഗ്രാമിന് 5,000 കടന്നത് 2003-ലാണ്. പിന്നീട് കൃത്യമായ ഇടവേളകൾ എന്ന പോലെ ഓരോ വർഷവും വില വർദ്ധിച്ചു വരികയായിരുന്നു. 4 വർഷം കൊണ്ട് 2007-ൽ വില 10,000 കടന്നു. 2010-ൽ 20,000 രൂപയും 2012-ൽ 30,000 രൂപയും 2020-ൽ 50,000 രൂപ എന്ന നാഴികക്കല്ലും 24 കാരറ്റ് 10 ഗ്രാം സ്വർണത്തിന്റെ വില കുതിക്കുകയായിരുന്നു. ഇതിന് ആനുപാതികമായി 22 കാരറ്റ് 18 കാരറ്റ് സ്വർണത്തിന്റെയും വിലകളിൽ മാറ്റമുണ്ടായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ലഭ്യതക്കുറവും കൂടുതൽ ഡിമാൻഡും സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഖനനം കൂടുതൽ ചിലവേറിയതും സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതും ഒക്കെ വിലക്കയറ്റത്തിന് കാരണമായി. കൂടാതെ ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ നയവും വിലയ്ക്ക് ഇന്ധനം പകരുകയായിരുന്നു. പണപ്പെരുപ്പവും സ്വർണ്ണവിലയെ സ്വാധീനിച്ച ഘടകമാണ്. ഒപ്പം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വില ഉയരാൻ കാരണമായിട്ടുണ്ട്.